ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടത് ഉറക്കം. നിങ്ങൾക്ക് ഫീൽഡ് ട്രിപ്പാണ് ഗൈസ്. സാധാരണ കോളേജിലേക്ക് 8:30 എണീക്കാൻ കഴിയാത്ത ഞാൻ ഫീൽഡ് ട്രിപ്പ് ആയപ്പോൾ നേരത്തെ എണീച്ചിട്ടോ. പക്ഷേ എണീച്ച് വന്നപ്പോഴും ചെറുതായിട്ട് നേരവിക്കുക. അതുകൊണ്ട് ഞാൻ വേഗം ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ OOTD ഗൈസ്. ഒടുക്കത്തെ തണുപ്പേനു ഞാൻ നന്നായിട്ട് ഫ്രീസ് ആയി പോയിട്ടോ. 2 മിനിറ്റ് പോലും എൻ്റെ ബന്ധാനൊക്കെ നിൽക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. കയറി അപ്പം തന്നെ അത് അങ്ങോട്ടേക്ക് പറഞ്ഞു പോയിട്ടോ. പക്ഷേ കൈ തന്നെ ഉണ്ടേനു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായ ആളായതിനെ കൊണ്ട് തന്നെ ആ മെഡിസിൻ എടുക്കുന്നതിൻ്റെ മുന്നേ ചായ കുടിക്കണമല്ലോ. അതുകൊണ്ട് ഞാനൊരു പൊരിച്ചപ്പത്തിരിയൊക്കെ അങ്ങോട്ട് തിന്ന് നേരെ കോളേജിലെത്തിയിട്ടോ. പിന്നെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് ബസ്സിൽ കയറിയിട്ടോ. ഇനി ബസ് സ്ഥലത്തെത്തിയാൽ മാത്രമേ ഞാൻ എണീക്കുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഉറക്കം തൂങ്ങിയിട്ട് വയ്യേനെ. എനിക്ക് മാത്രമല്ലായിരുന്നു കേട്ടോ. കയറിയ പാടനെ എല്ലാവരും കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ടോ. എല്ലാവരും ഉറങ്ങുമ്പോൾ ഇവള് മാത്രം നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെയാണ് ഗൈസ് ഞാൻ അങ്ങോട്ടേക്ക് എണീച്ചത്. കാണെങ്കിലോ കാറ്റൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബന്ധാനം ഇങ്ങനെയൊക്കെ കെട്ടി. ബന്ധാന കാരണം ഇങ്ങനെയൊക്കെ കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും എണീച്ച് ഡാൻസ് തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നല്ല കൂർക്കം വലിച്ചുറങ്ങുകയല്ല എന്നെ കേട്ടോ. ഓരല്ലെങ്കിലും ഉറക്കം തൂങ്ങി. ഞങ്ങളെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ ഇപ്പം ബസ് അങ്ങോട്ട് നിർത്തിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ കരയാതെ ഇരിക്കുക. പുലർച്ചക്ക് തൊട്ടിട്ട് വിശന്ന് കൊട്ടലായിരുന്നു കേട്ടോ. അമ്മാതിരി വിശപ്പേനു കേട്ടോ. പിന്നെ ഫുഡ് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അശ്വതിയും ഹൈഫു സെർവ് ചെയ്യാൻ നിന്നിട്ട് എനിക്ക് പിന്നെ വിശന്നതിനെ പിന്നെ സെർവ് ചെയ്യാനൊന്നും കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. സോ ഗൈസ് നമ്മൾ നമ്മൾ കയറാൻ പോവുകയാണ്. കയറുകാൻ പോവുകയാണ്. അത് ഞാൻ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് സംസാരിച്ചതാ. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ നമുക്ക് പോയി കയറി വരാം ഗൈസ്. എന്താ ഐഫ വാങ്ങണ ഹസ്ബൻഡിന്? ഞാൻ പറയും എന്റെ ഹസ്ബൻഡിനെ പറ്റിയത് ഐഫന്റെ ഹസ്ബൻഡിന് ഐഫ നോക്കി വെച്ചത് ഏതേനു അവിടെ എവിടെ ഉള്ള അതെ ഇതാണോ? ഈ സ്പൈഡർമാനെ അല്ല ഈ സ്പൈഡർമാനാ നോക്കി വെച്ചത്. അങ്ങനെ ഞാൻ വാങ്ങിയ പുതിയ തൊപ്പിട്ടിട്ട് ഞാൻ ഗൈസ് ഞങ്ങളെ കൂട്ടത്തിലെ റൈഡർ കണ്ണാപ്പി നോക്കൂ. അഡ്വഞ്ചറസ് അശ്വതി പച്ച തൊപ്പിയൊക്കെ അവിടെ അപ്പോൾ ഞങ്ങൾ ഇനി നടന്നു വരാം. കുറേ അങ്ങോട്ട് നടക്കാനുണ്ട്. കുറേ ദൂരം നടക്കാനുണ്ട്. നടന്നു വരാം. അത്രക്ക് ഫോട്ടോഗ്രാഫി സ്കില് എവിടെ പോയാലും ഉണ്ടാവും ആ സാധനം. എന്തേ വാവ ഇവിടെ ഇരിക്കണേ? നമ്മള് വന്നപ്പോ ഒരു ദിവസത്തെ ട്രിപ്പിന് 2 ബാഗ് എടുത്തോന്നത് സത്യം. അതും ചെവിയിലിടുന്ന സാധനം വേറെ, ജാക്കറ്റ് വേറെ, 5 ജോഡി ഡ്രസ് ഒരു ദിവസത്തേക്ക്. യെസ്. വെള്ളം അങ്ങോട്ടേക്ക് കണ്ടപ്പോൾ സാറ് അങ്ങോട്ടേക്ക് മാറി ഗൈസ്. സാറ് നന്നായിട്ട് നരനായിട്ടോ. ഈ കാണുന്നതാട്ടോ ഞങ്ങളെ സൈക്കോളജീൻ്റെ സാറ്. ക്ലാസ്സിൽ വരുമ്പോൾ എങ്ങനത്തെ മനുഷ്യനാണ്. വെള്ളം കണ്ടപ്പോൾ സാറ് അങ്ങോട്ടേക്ക് കുട്ടിയായിപ്പോയി. സാറിന് വെള്ളത്തിനോട് ഇത്രമാത്രം ഇഷ്ടമാണുള്ളത് നമ്മളൊക്കെ എന്നെ പ്ലാട്ടോ മനസ്സിലായത്. സാറ് വെള്ളത്തിൽ നിന്ന് ശവാസനമൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ട് പേടി കഴിഞ്ഞു. ഇപ്പം ട്രിപ്പൊക്കെ കുളാവോ അങ്ങനെ. പിന്നെ ഞങ്ങൾ സാറിനെ വെള്ളത്തിൽ നിന്ന് വലിച്ച് കയറ്റി ഗൈസ്. നോക്കൂ, വെള്ളത്തിൽ ഇറങ്ങാത്ത വ്യക്തി, വെള്ളത്തിൽ വീണ വ്യക്തി. ഞാൻ പിന്നെ തുഴഞ്ഞു പോയി. അയ്യേ 10 പേര് പിടിക്കാനുള്ളതോട് വീടില്ല. ഇവനെ കണ്ടിട്ട് പേടിയാവുണ്ടേ.
പിന്നെ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ, വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ട. അങ്ങനെ ഞാൻ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് ആയിരുന്നു കേട്ടോ ഇവിടുന്ന് വാങ്ങിയത്. പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഭയങ്കര വിശപ്പിട്ടു, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ കോളേജിലുള്ള എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. പിന്നെ നല്ല ചിക്കൻ ബിരിയാണി അങ്ങോട്ടേക്ക് തിന്നു ഗായ്സ്. അപ്പോഴാണ് ഒരു ശ്വാസം കിട്ടിയത്.